ഇപ്പോഴായി പിന്നെ കാറിൽ കയറിയിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരും. അപ്പോൾ എന്തെങ്കിലും പുളിയുള്ളത് കഴിക്കണം. അങ്ങനെ ലേസ് മേടിച്ച് കഴിക്കാനായിട്ട് തിരിച്ച് വന്ന പുണ്യാൾക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പിള്ളേർക്ക് ഞങ്ങൾ മേടിച്ചതിൽ വെച്ച് ഏറ്റവും ഉപകാരപ്രദമായ സാധനം ഈ ഒരു സ്വിമ്മിംഗ് പൂളാണ്. കാരണം ഇവർ 4 പേർക്കും ചൂടുകുരു നന്നായിട്ട് പൊന്തി. ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ. അല്ലു അതിനും കീത്തും ഇവിടെ ഇല്ല കേട്ടോ. അവളെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതിൽ 2 പടകളെ കൂടെ നിങ്ങൾ കണ്ടേനെ. കുറച്ചധികം നേരം ഇതിൽ ഞങ്ങളും കൂടി ഇരുത്തും. എന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ജോലിക്ക് നിൽക്കും കേട്ടോ. നമ്മുടെ സ്റ്റാഫുകൾ പോയി കഴിഞ്ഞിട്ടാണ് എനിക്കും കീത്തൂനും ഈ രംഗത്തേക്ക് ഇറങ്ങാനുള്ളൊരു സമയം വരുന്നത്. അതുവരെ ചേട്ടന്മാരും സ്റ്റാഫുകളായിരിക്കും നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ വൈകുന്നേരം നേരത്താണ് കുറച്ചും കൂടെ തിരക്ക് കൂടുതലുള്ള സമയം. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് എൻക്വയറീസ് അധികം ഉണ്ടാകുന്നത് വൈകുന്നേരമാണ്. ചൂട് അസഹനീയമാണ്. അപ്പോൾ മേലൊന്നും ഇരിക്കാനേ പറ്റില്ല. 2 ഫാൻ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിലും ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മളൊരു മിനി കൂളർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫങ്ഷനിങ് ഒക്കെ സൂപ്പറാണ്. ഇതിൽ വെള്ളമായാലും ഒഴിച്ചാൽ മതി. ഞങ്ങൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല തണുത്ത കാറ്റ് വരും. നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഇപ്പോൾ കെടുക്കുന്നിടത്തായാലും ഇരിക്കുന്നിടത്തായാലും നിൽക്കുന്നിടത്തായാലും നടക്കുന്നിടത്തൊക്കെ ഇത് കൊണ്ട് നടക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമാണ് ഈ ഒരു സാധനം ഇവിടെ വെക്കുന്നത്. ഇപ്പോൾ സ്റ്റാഫുകൾക്കായാലും ഇത് ഉപകാരമാവും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രാത്രി ഇരുന്ന് കഴിഞ്ഞാൽ 1:30-2 മണി വരെ ഇതുപോലെ ഇരിക്കും കേട്ടോ. ഒരാൾ ഇൻസ്റ്റാഗ്രാം, ഒരാൾ വാട്സപ്പ്, ഒരാൾ പാക്ക് ചെയ്യാൻ, ഒരാൾ ഓർഡർ കൺഫേം ചെയ്യാൻ, അങ്ങനെ എല്ലാവർക്കും ഓരോ ജോലികൾ ഉണ്ടായിരിക്കും. നമ്മുടെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതിനിടെ കുട്ടികളുടെ കാര്യങ്ങൾ, അപ്പോൾ നമ്മുടെ അച്ഛനമ്മയൊക്കെ നമ്മൾ എത്രത്തോളം സപ്പോർട്ടീവ് ആണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ദൈവം സഹായിച്ചും നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് കൊണ്ടും നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം കേട്ടോ.